Hi dear students, today we are going to prepare schedule of changes in working capital from the following details. Cash in hand, cash at bank, debtors, creditors, BR, BP, stock, prepaid expense, outstanding expense. These are the items included in this information. അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ്, ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി. ബാലൻസ് ഷീറ്റ് 2 ഇയറിലെ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്, 2019 ആൻഡ് 20. ഇതിൽ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റെസീവബിൾ ആൻഡ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇത്രയും കറണ്ട് അസറ്റ്സ് ആണ്. ഈ കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇത്രയും എന്താണ് കറണ്ട് ലയബിലിറ്റീസുമാണ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്നും കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുണ്ടാവും, അതായത് പ്രീവിയസ് ക്ലാസ്സിൽ ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലേഴ്സ് കോളം വേണം, അതേപോലെ എമൗണ്ട് കോളം, 4 എമൗണ്ട് കോളം വരും. പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എഴുതണം, കറണ്ട് ഇയറിലെ എമൗണ്ട് എഴുതണം. ദെൻ എന്ത് ചെയ്യണം, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം, അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഇൻക്രീസ് കോളം ആൻഡ് ഡിക്രീസ് കോളം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും. അപ്പോൾ ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളം, പർട്ടിക്കുലേഴ്സ് കോളത്തിന് ശേഷം പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എഴുതാനൊരു കോളം, കറണ്ട് ഇയറിലെ എമൗണ്ട് എഴുതാനൊരു കോളം, ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എഴുതാനൊരു കോളം. ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ 2 കോളമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നോട്ട് ചെയ്യണം, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും നോട്ട് ചെയ്യണം. ഇനി ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് ഹെഡ് കൊടുക്കുക. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കറണ്ട് അസറ്റ്സ് ആദ്യം എഴുതുക, ദെൻ കറണ്ട് ലയബിലിറ്റി എഴുതുക. കറണ്ട് അസറ്റ്സ് എഴുതുമ്പോൾ ഓരോ അസറ്റ്സും 1 by 1 ആയിട്ട് എഴുതുക. ഓക്കെ, തന്നിട്ടുള്ള ഐറ്റത്തിൽ കറണ്ട് അസറ്റിൽ ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, BR ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയറിലെ എമൗണ്ടും കറണ്ട് ഇയറിലെ എമൗണ്ടും എഴുതി പോവുക. പ്രീവിയസ് ഇയറിൽ എത്രയാണോ തന്നിട്ടുള്ളത്, കറണ്ട് ഇയറിൽ എത്രയാണോ അത് എഴുതുക. ഓക്കെ, ദെൻ അതിന് ശേഷം നമുക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിച്ചിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണ്ടേ. അതിനെന്താ ചെയ്യുക, ക്യാഷ് ഇൻ ഹാൻഡ് നോക്കുക ആദ്യം. ക്യാഷ് ഇൻ ഹാൻഡിൽ 1000 എന്നുള്ളത് 1300 ആയി, 300 കൂടി അല്ലേ. കറണ്ട് അസറ്റ് കൂടി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്നല്ലേ. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ 300 എഴുതുക, ഡിക്രീസ് കോളത്തിൽ ഒരു ഹൈഫൺ ഇട്ട് വയ്ക്കുക. ഒന്നും എഴുതേണ്ട, ഒരു ഹൈഫൺ ഇട്ട് വെച്ചാൽ മതി. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ കേസിൽ 10,000 എന്നുള്ള എമൗണ്ട് 9,000 ആയി കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു. അപ്പോൾ ഡിക്രീസ് കോളത്തിലാണ് എമൗണ്ട് എഴുതി ചേർക്കേണ്ടത്. ഇൻക്രീസ് കോളത്തിൽ ഒരു ഹൈഫൺ ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, വെറുതെ ഇടേണ്ട, ഒരു ഹൈഫൺ ഇട്ട് വെച്ചോളൂ. ഡെറ്റേഴ്സിൻ്റെ കേസിലാണെങ്കിൽ 3,000 4,000, അതായത് 1000 കൂടുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ 1000 എഴുതി, ഡിക്രീസ് കോളത്തിൽ ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ട് വയ്ക്കുക. ബിൽസ് റെസീവബിളിൻ്റെ കേസിലാണെങ്കിൽ 1500 ആയിട്ട് കുറഞ്ഞു, 2000 ഉണ്ടായിരുന്നു 1500 ആയിട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഡിക്രീസ് കോളത്തിൽ 500 എഴുതുക, ഇൻക്രീസ് കോളത്തിൽ ഒരു ഹൈഫൺ ഇട്ട് വയ്ക്കുക. സ്റ്റോക്കിൻ്റെ കേസ് ആകുമ്പോൾ 6400 എന്നുള്ളത് 8000 ആയിട്ട് കൂടി, 1600 കൂടി, ഇൻക്രീസ് കോളത്തിൽ എഴുതി, ഡിക്രീസ് കോളത്തിൽ ഹൈഫൺ. പ്രീപെയ്ഡ് എക്സ്പെൻസ് 400 ഉണ്ടായിരുന്നുള്ളത് 600 ആയി, 200 കൂടി, ഇൻക്രീസ് കോളത്തിൽ എഴുതി, ഡിക്രീസ് കോളത്തിൽ ഒരു ഹൈഫൺ. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡിക്രീസും ഇൻക്രീസും എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കറണ്ട് അതിൻ്റെ ടോട്ടൽ ചെയ്യണം. കറണ്ട് ലയബിലിറ്റി പ്രീവിയസ് ഇയറിൽ എത്രയാണോ ടോട്ടൽ, പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കറണ്ട് അസറ്റ്സ് ടോട്ടൽ ചെയ്തു, അതേപോലെ കറണ്ട് ഇയറിലെ എമൗണ്ട് കറണ്ട് അസറ്റ് ടോട്ടൽ ചെയ്തു. അതായത് ചേഞ്ചസ് ലാസ്റ്റ് 2 കോളത്തിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ള പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കറണ്ട് ലയബിലിറ്റിയാണ്. 3 ഐറ്റം നമ്മൾ കണ്ടിട്ടുള്ളൂ, ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും. അത്രയും ഐറ്റംസേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി ബിൽസ് പേയബിൾ ക്രെഡിറ്റേഴ്സ് 4000 ആണ്. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 4000 ആണ്. അത് എത്രയായി മാറി? 400 ആയിട്ട് 600 ആയിട്ട് മാറി. അതായത് 400ൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കുറയാണോ കൂടാണോ ചെയ്തിട്ടുള്ളത് നോക്കുക. 4000 ആണ് 3600 ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താണ്, അത് കൂടാണോ കുറയാണോ ചെയ്തിട്ടുള്ളത്? കുറയാണ് ചെയ്തിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു, അതായത് കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയല്ലേ. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് ലയബിലിറ്റി കൂടിയാലോ വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് കൂടിയ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അതേപോലെ കറണ്ട് ലയബിലിറ്റി കൂടിയാൽ എന്താ സംഭവിക്കുക?
കറണ്ട് ലയബിലിറ്റി കൂടി വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. ഇവിടെ കറണ്ട് ലയബിലിറ്റിക്ക് എന്താ സംഭവിച്ചു? കുറയുക ചെയ്തിട്ടുള്ളത് അല്ലേ. 4000 എന്നുള്ളത് 3600 ആയിട്ട് കുറഞ്ഞു പോയി. 400 എന്നുള്ള എമൗണ്ടാണ് കുറഞ്ഞു പോയിട്ടുള്ളത്. എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ് കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ കുറയാണ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിന് എന്താ സംഭവിക്കുക? കറണ്ട് ലയബിലിറ്റി കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിന് എന്താ സംഭവിക്കുക? 400 ഡിഫറൻസ് വന്ന് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എമൗണ്ട് എവിടെ കാണിക്കണം? ഇൻക്രീസ് കോളത്തിൽ കാണിക്കുക. ശരി, ഓക്കെ. ഇനി ബിൽസ് പേബിളിൻ്റെ കേസിലും എന്താണ്? കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ബിൽസ് പേബിളിൻ്റെ കേസിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുക എന്ന് പറയുമ്പോൾ 1600 ആയിട്ട് കൂടി. അതായത് ലയബിലിറ്റി കൂടി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോകും അല്ലേ. ലയബിലിറ്റി കൂടിപ്പോയ വർക്കിംഗ് ക്യാപിറ്റൽ കുറയല്ലേ ചെയ്യുക. അപ്പോൾ ഡിഗ്രീസ് കോളത്തിൽ എഴുതി. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ കേസ് നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 800 ഉണ്ടായിരുന്നത് 1000 ആയിട്ട് കൂടി. എന്ന് വെച്ചാൽ 1000 ആയിട്ട് കൂടുക എന്ന് പറഞ്ഞാൽ 200 കൂടി അല്ലേ. ലയബിലിറ്റി കൂടിയ വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് സംഭവിക്കും? കുറഞ്ഞു പോവും. അപ്പോൾ ഡിക്രീസ് കോളത്തിൽ എഴുതി. ഇനി നമ്മൾ നേരത്തെ ടോട്ടൽ അസറ്റ് ഇവിടെ ടോട്ടൽ ചെയ്തിട്ടിട്ടില്ലേ, അതേപോലെ ലയബിലിറ്റി ഇവിടെ ടോട്ടൽ ചെയ്യുക. 2 ലയബിലിറ്റിയും കൂടെ ടോട്ടൽ ചെയ്തു. 2 ലയബിലിറ്റിയും കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 6000ഉം 6200ഉം കിട്ടി. ഓക്കെ. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കാണും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബ്രാക്കറ്റിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് എഴുതിക്കോളൂ കേട്ടോ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് എഴുതുക വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബ്രാക്കറ്റിൽ. പ്രീവിയസ് ഇയറിലെ കറണ്ട് അസറ്റിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യും. അതേപോലെ കറണ്ട് ഇയറിലെ അസറ്റിൽ നിന്ന് കറണ്ട് ഇയറിലെ ലയബിലിറ്റി ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ 16,800ഉം കറണ്ട് ഇയറിൽ 18,200ഉമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. കറണ്ട് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയെന്ന് അല്ലേ, ഇൻക്രീസ് ചെയ്തിരിക്കുകയല്ലേ. 16,800 എന്നുള്ളത് 18,200 ആയി കൂടിയില്ലേ. അപ്പോൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് 1400. ഇതിൻ്റെ ഡിഫറൻസ് ആണ് 1400. എവിടെയാണോ കുറവ് അവിടെയാണ് എഴുതി ചേർക്കേണ്ടത്. ഈ ഫസ്റ്റ് കോളത്തിലല്ലേ കുറവ്, അവിടെ എഴുതി ചേർത്തു. ടോട്ടൽ 18,200 ആയി. ഇതും ഇതേ സെയിം ടോട്ടൽ വരും 18,200. ഓക്കെ. ഇനി ലാസ്റ്റ് കോളം ഇവിടെ ശ്രദ്ധിക്കുക. അതിങ്ങനെയല്ല എഴുതേണ്ടത്. ഇവിടെ 3,500 ആണ്. ഇൻക്രീസ് കോളം ടോട്ടൽ ചെയ്യുക. ഇൻക്രീസ് കോളത്തിലല്ലേ ടോട്ടൽ കൂടുതൽ വരേണ്ടത്, കാരണം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ 3,500. ഇങ്ങനെ ഈ ടോട്ടൽ കോളം സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഈ കോളംസ് ഒക്കെ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. ടോട്ടൽ കോളംസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 18,200 2 കോളം എന്താണ് ഒരേ ടോട്ടൽ വരും. അതേപോലെ ഈ ലാസ്റ്റിലും അങ്ങനെ വരാൻ പാടുള്ളൂ. 3,500 തന്നെ ഇവിടെ ടോട്ടൽ എഴുതുക. 3,500 2100 അല്ല എഴുതേണ്ടത്. ഇതേ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. 3,500 ആണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ഈ 1,400 ഇവിടെ ഹൈഫൺ ഇട്ട് വയ്ക്കുക. ഇവിടെ ഒന്നും എഴുതാൻ പാടില്ല. ഇവിടെ ഹൈഫൺ ഇട്ട് വയ്ക്കുക. ഈ ലാസ്റ്റ് കോളത്തിൽ 1,400 എഴുതി ചേർക്കുക. കാരണം ഇൻക്രീസ് കോളത്തിലാണ് 3,500 ഉള്ളത്. ഈ ഷോർട്ടേജ് എവിടെയുണ്ട്? ലാസ്റ്റ് കോളത്തിൽ ഈ ഷോർട്ടേജ് വരുന്നില്ലേ. അപ്പോൾ ലാസ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യുക? 1,400 എഴുതി ചേർക്കുക. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 3,500 ആണ് 2 ടോട്ടലും വരിക. അപ്പോൾ ലാസ്റ്റത്തെ 2 കോളത്തിന് ടോട്ടലും 3,500. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക, ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.